യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലവിട്ട നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്നും ഭരണഘടന പരമായിട്ട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഭരണഘടനാ ബാഹ്യമായ രീതിയിലുള്ള ഇടപെടലുകളും സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിഠായി തെരുവിൽ മിഠായിയും അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ കോഴിക്കോടിന് അലുവയും ഒക്കെ വാങ്ങാൻ പോയ ചിത്രം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അതൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല, ഒരാളും വേണ്ടി വന്നില്ല. ഇവിടെ ഒരു കടയുടെ മുമ്പിൽ കയറി ഇരുന്ന് അവസാനം പത്രക്കാർ പോലെ 1000 രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് എന്തും ചെയ്യാന്നുള്ളതാണ്. ഒരു കാര്യം ഇപ്രാവശ്യം വ്യക്തമായിട്ടുണ്ട്. മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എൻ്റെ വണ്ടിക്ക് അടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കളവായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണ് എന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. SFIക്കാരും കരിങ്കൊടിയൊക്കെ വേറെ എവിടെയോ ആണ് ഉണ്ടായിരുന്നത്. അതിന് എത്രയോ ദൂരെയാണ് വാഹനം നിർത്തിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് എത്രയോ ദൂരെയാണ്. അപ്പോൾ അവരാരും വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടേയില്ല. അപ്പോൾ എന്നിട്ട് പറയുകയാണ് എന്നെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു, അതുപോലെ തന്നെ എൻ്റെ കാറിന് അടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കളവാണ് പറയുന്നത്. അതിനല്ലേ കളവെന്ന് പറയാം, അല്ലേ? സംഭവം ഇല്ലാതൊന്നിനല്ലേ കളവെന്ന് പറയുന്നത്. ആ കളവാണ് ഗവർണർ പറയുന്നത്. അതിപ്പോൾ പകൽ വെളിച്ചം പോലെ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് ആ കാര്യം അങ്ങോട്ട് ശരിയായി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റായിരുന്നുവെന്നും കളവായിരുന്നുവെന്നും ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവിടെ എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവർണർ ഇതുപോലുള്ള വിഡ്ഢിവേഷം, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും കേരളീയ സമൂഹത്തിൽ ഏശാൻ പോകുന്നില്ല. ന്യായമായിട്ടും സത്യസന്ധമായിട്ടും ശരിയായ രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ജനതയുള്ള നാടാണ് കേരളം. ആ കേരളത്തിൽ ഇതുപോലുള്ള തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴെല്ലാവർക്കും വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ CPM അത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല. തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് കൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പോയി ഒരു X പോയി ഒരു Y വരും. അത് ഇതിനേക്കാളും ചിലപ്പോൾ മൂത്ത RSS തന്നെ ആവാനാണ് സാധ്യത. അതുകൊണ്ട് തിരിച്ചു വിളിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ മേലെ ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഞങ്ങളൊരു മുദ്രാവാക്യമായിട്ട് അതിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ടില്ല. ഇനി വേണമെങ്കിൽ അത് സംബന്ധിച്ച് ആലോചിക്കാവുന്നതാണ്. അല്ല, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ന്യായമായിട്ട് ചെയ്യുന്നതാണോ? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അജണ്ടയാണ്. 356 ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഫാസം വരണം. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. അല്ലാണ്ട് അതാ വളഞ്ഞ വഴിയായാലും നേരെ വഴിയായാലും ഇന്നത്തെ ഇന്ത്യയിൽ ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഇവരുദ്ദേശിക്കുന്ന 356 വകുപ്പൊന്നും നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഗവൺമെൻറ് ഇവിടെയുണ്ട്, ജനങ്ങളുടെ പിന്തുണയുള്ള ഗവൺമെൻറ്റാണ്. ഇലക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടാകുക. ഒന്നും നേടാൻ ഈ കേരളത്തിൽ സാധിക്കില്ല. BJPക്ക് ഒരു സീറ്റും കേരളത്തിൽ BJP കിട്ടില്ല. പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് BJPയും കോൺഗ്രസും UDFും ചേർന്നുകൊണ്ട് നമുക്കെതിരായിട്ട് ചിലപ്പോഴും ഒരു നീക്കം. കാരണം രണ്ടാളും മുഖ്യശത്രുവായിട്ട് CPMനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. SFI പ്രതിഷേധം SFIക്കാരല്ലേ തീരുമാനിച്ചത്. അവർ തുടരുമായിരിക്കും. അവരിപ്പോൾ തുടരുന്നു എന്നുള്ളതാണല്ലോ കാണുന്നത്. CRP ഉള്ളത് കൊണ്ട്, പട്ടാളം വന്നുകൊണ്ട് ആരെങ്കിലും പ്രതിഷേധം അവസാനിപ്പിക്കുമോ? പ്രതിഷേധിക്കാൻ തീരുമാനിച്ചവർ പ്രതിഷേധിച്ച് മുന്നോട്ടേക്ക് പോകില്ല. അതിൽ പട്ടാളോ അതുപോലെ തന്നെ പോലീസോ ആണോ, അല്ല വേറെ സെൻട്രൽ ഫോഴ്സാണോ അതിൽ തടസ്സമായി നിൽക്കുക? ഇതുപോലെ ക്രമസമാധാനമുള്ള ഒരു സംസ്ഥാനം കേരളത്തിൽ, ഇന്ത്യയിൽ വേറെ എവിടെയില്ല. ഒരു ഗവർണർക്ക് ഒരു പുലിൻ്റെ മേലെ കുത്തിയിരിക്കാൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കാൻ സാധിച്ച വേറെ ഈ കേരളത്തിൽ ഏത് സംസ്ഥാനമാണുള്ളത്? മിഠായി തെരുവിൽ പോയിട്ട് മിഠായി വാങ്ങാനും ഹലുവ വാങ്ങാനും സാധിക്കുന്ന ഒരു പോലീസുകാരൻ്റെ ഉള്ളിൽ പോകാൻ സാധിക്കുന്ന ഒരു ഗവർണർക്ക് ഈ കേരളത്തിലല്ലാതെ അങ്ങനെ പോകാൻ പറ്റുമോ? ഒരെണ്ണം കിട്ടുമോ? അതിന് 1000 രൂപ കൊടുത്തിന്. 1000 രൂപ കൊടുത്തിന്. അതൊന്നും വലിയ കാര്യമില്ല. പട്ടാളത്തിൻ്റെ എല്ലാം ചിലവ് ആരാണ് വഹിക്കേണ്ടതെന്ന് ഇപ്പം നമ്മൾ അന്വേഷിച്ച കാര്യമില്ലല്ലോ. ഒരു നടപടിക്രമവും പാലിക്കുന്നതല്ല നേടാ.
എന്തും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഈ ഗവർണറെ പോലുള്ളൊരു ഗവർണറെ ശരിയായ രീതിയിൽ മുമ്പോട്ടേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിനില്ല. അവരെ ചെയ്യുന്നില്ലല്ലോ. ഇവർക്ക് ആനുകൂല്യമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അനുകൂലം നിൽക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അവരുടെ അജണ്ടയാണെന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെയും BJPയുടെയും കേരളത്തിലെ പൊതുശത്രു CPM ആണ്. അപ്പോൾ CPMനെതിരായിട്ട് കോൺഗ്രസും BJPയും ഒരേപോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കൂട്ടായിട്ടും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഇന്നലെ SFIക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് ഗവർണറുടെ ഭീഷണി തുടർന്നാണ്. അത് ശരിയാണോ പോലീസ് ചെയ്തത്? ഗവർണർ പറഞ്ഞ അങ്ങനെ കേസെടുക്കാൻ പറ്റും? അതെല്ലാം കോടതി പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് ഇമാതിരിയുള്ള നിലപാട് സ്വീകരിച്ചാൽ അതൊന്നും കോടതിയിൽ നിൽക്കുന്നതല്ല. ഞാൻ പറയുന്ന ഒരാളെ കേസെടുക്കണം. റിമാൻഡിലായിട്ടുണ്ടാവും. റിമാൻഡിൽ വലിയ പ്രശ്നമില്ല. അത് മറ്റേ നമ്മുടെ മാക്കൂട്ടിനെ പോലെ അന്തം വിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തെറ്റായ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് അയ്യോ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യം SFIക്കാർക്കില്ല. അത് മാക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് പറ്റുന്ന സംഭവങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അതിലൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. അതൊക്കെ നിയമപരമായിട്ട് പോയിക്കോട്ടെ. അതെല്ലാം SFI കൈകാര്യം ചെയ്തോളും. MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഗവർണറുടേത് നിലവിട്ട പെരുമാറ്റം എന്ന അഭിപ്രായം MV ഗോവിന്ദൻ ആവർത്തിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ പിന്തുണയോടെ ഗവർണർ വിഡ്ഢിവേഷം കെട്ടുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം എന്ന കാര്യം പാർട്ടി ആലോചിച്ചിട്ടില്ല. ഇനി തിരിച്ചു വിളിച്ചാൽ തന്നെ അതിലും മൂത്തൊരു RSSകാരനായിരിക്കും വരിക. പട്ടാളവും അതുപോലെ തന്നെ കേന്ദ്രസേനയും ഇറങ്ങിയാലൊന്നും പ്രതിഷേധത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന സൂചനയും MV ഗോവിന്ദൻ നൽകുന്നു.